ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഈ വീഡിയോ ചെയ്യാൻ കാരണം ബൂംബാങ് ആണ് ഗൈസ്. നിങ്ങൾക്ക് ബൂംബാങ്ങിനെ അറിയാമോ? എന്നാ അറിയണം ഗൈസ്. ഹീസ് ഇൻഫ്ലുവൻസിങ് മീ ടു ദ വ്ലോഗ് വീഡിയോസ് ഗൈസ്. എന്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ആവുന്നത് എനിക്ക് അറിയത്തില്ല, പക്ഷെ ഭയങ്കരമായിട്ട്. ദ മെയിൻ റീസൺ ഈസ് ബിക്കോസ് ഹീസ് ഡൂയിങ് ഓൾ ദ വർക്ക്സ് അറ്റ് ഹോം. അതെ, അവന്റെ വീട്ടിലുള്ള എല്ലാ സർവ്വ പണികളും അവൻ തന്നെയാണ് ഗൈസ് ചെയ്യുന്നത്. ബീങ് എ മാൻ, ഹൗ ക്യാൻ then why can't we? എന്തുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല? യെസ്, അപ്പം അതുകൊണ്ട് ഫുള്ളി ഇൻഫ്ലുവൻസ്ഡ് ആയി ഞാനും പണിയാൻ തീരുമാനിച്ചു. എൻ്റെ കോല കണ്ടില്ലേ? രാവിലെ എണിക്കോ, ചായ കുടിക്കോ, മൊബൈൽ നോക്കോ, ഇത് തന്നെ പരിപാടി. മുടിയും ചീവത്തില്ല, താടിയും പഠിക്കത്തില്ല. ഓ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് 40 ഡിഗ്രി മേളിൽ ചൂടാണ് ഗൈസ്. ഈ വീടിൻ്റെ അകത്ത് നിൽക്കാൻ പോലും പറ്റുന്നില്ല. കണ്ടോ, പണിയെടുക്കുന്നതിന് മുന്നേ വിശർത്ത് തുടങ്ങി. അപ്പം ഇതെല്ലാം മാനിച്ചുകൊണ്ട് പണിയെടുക്കാൻ പോകണം. ഓക്കെ, എല്ലാവരെ പോലെയും പണിയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും പലപ്പോഴും നടക്കാറില്ല ഗൈസ്. പക്ഷെ ദിസ് ഈസ് ദ റൈറ്റ് ടൈം ടു ഡു. ഇപ്പൊ ചൂടായതുകൊണ്ട് നമ്മളെല്ലാം നിലത്താ കിടക്കുന്നത്. ഞാനും അനിയനും എന്നാ കടന്ന പായ എടുത്ത് വെക്കാനായിട്ട് ആ സോഫയെന്ന് നമ്മൾ ഓരോ സൈഡിൽ നിന്ന് ഓരോ പണി തുടങ്ങി ഗൈസ്. ആദ്യം തന്നെ നമുക്ക് സോഫ ക്ലീൻ ആക്കാം. എൻ്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഗൈസ്. ആദ്യമേ നമുക്ക് ക്ലീൻ ആക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ കാണുന്നതൊക്കെ ക്ലീൻ ആക്കിക്കൊണ്ട് പോകും. അതുപോലെ സമയം പോയിക്കൊണ്ടിരിക്കും ഗൈസ്. സോ ബൂംബാങ്, ഇത് കാണുന്നുണ്ടോ? പണി ചെയ്യാൻ തുടങ്ങി കേട്ടോ. എത്ര പേർക്ക് ഇഷ്ടമാണെന്ന് അറിയത്തില്ല ഗൈസ്, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വീടൊക്കെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ആക്കിയിരുന്നത്. പക്ഷെ മടി പിടിച്ചാൽ മടിയായിട്ട് അങ്ങ് ഇരിക്കുമെങ്കിലും പക്ഷെ പണി ചെയ്ത് കഴിഞ്ഞാൽ അങ്ങ് ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒരു സ്വഭാവം. ബൂംബാങ്, ഇത് ഡെയിലി ചെയ്യുന്ന കാര്യം എനിക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഒറ്റ ദിവസം ചെയ്തപ്പോൾ തന്നെ ചെയ്തായിട്ട് പോലുമില്ല. വിശരത്ത് കുളിച്ച്. ഓ മാൻ, ആൻഡ് ദിസ് ഈസ് ഇന്ത്യ ബ്രോ. ഇവിടുത്തെ വെതർ സഹിക്കാൻ പറ്റില്ല. അൺസൈക്കബിൾ ആണ് ഗൈസ്, അൺസൈക്കബിൾ. അയ്യോ, ബട്ട് സ്റ്റിൽ യു ആർ ദ ഓൺലി മോട്ടിവേഷൻ ടു ഡു ദ വർക്ക് ബ്രോ. യാ, ചെയ്യാം. ഒരു കാര്യത്തിന് തുനിഞ്ഞിറങ്ങിയ പിന്നെ നമ്മൾ ചെയ്തിരിക്കും ഗൈസ്. അത് എത്ര വിശരത്ത് കുളിച്ചാണെങ്കിലും ചെയ്തിരിക്കും. അത്രേ ഉള്ളൂ. ഇതല്ലെങ്കിൽ മമ്മി ചെയ്യേണ്ട പണിയാ ഗൈസ്. അപ്പോൾ ബീങ് എ ടീച്ചർ, എല്ലാ പണിയും കൂടെ സ്കൂളും വീട്ടും എല്ലാം ഡെയിലി ചെയ്തു പോകുന്നത് ഇച്ചിരി ടാസ്ക്കുള്ള പരിപാടിയാണ്. അപ്പോൾ നമ്മളെല്ലാണിക്കുക വീട്ടിൽ ചുമ്മാ ഇരിക്കുവാണെങ്കിൽ ചെയ്തു കൊടുക്കുക, അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ തുണി മടക്കുന്ന സ്ഥലം ഗൈസ്. നമ്മൾ ഈ തിണ്ണ ഇരുന്നുകൊണ്ട് ഇങ്ങനെ കാലൊക്കെ നീട്ടി വെച്ചാണ് തുണി മടക്കുന്നത്. അപ്പം ഇതിന്റെ മെയിൻ ഒരു റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൂംബാങ് ഒറ്റ ഗൈസ്. വീട്ടിലെ തുണിയെല്ലാം ഒറ്റയ്ക്ക് മുടക്കി അലക്കി ആണുങ്ങളെ മനഃപൂർവ്വം പണിയെടുപ്പിക്കാനായിട്ട് വ്ളോഗ് തുടങ്ങിയതാണല്ലേ. അറിയില്ല, ഗുഡ് മോട്ടിവേഷൻ ബ്രോ. നമ്മൾ ചെയ്യും. അപ്പോൾ നമുക്ക് തുണി മടക്കി വെക്കാം. പിന്നെ ഇനിയൊരു കാര്യമാണ്, അറിയോ? നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചോണ്ട് പണിയെടുക്കുമ്പോൾ പെട്ടെന്ന് പണി തീരുന്നുണ്ട്. നമുക്കിങ്ങനെ ആരെയൊക്കെ സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്ക് പണിയെടുക്കാനും ഒരു ഇതുണ്ടാവും. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ആരുമില്ല, എല്ലാവരും സ്കൂളിൽ പോയേക്കാം. അപ്പോൾ നമുക്കിങ്ങനെയൊക്കെ എനിക്ക് സംസാരിക്കാൻ നിങ്ങളുണ്ടല്ലോ, അതുപോലെ എല്ലാവർക്കും കാണുന്നില്ല ഏത്. അപ്പോൾ നമ്മൾ ആരെയൊക്കെ മിണ്ടി മറിഞ്ഞിരിക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് പണിയും ചെയ്യും. അപ്പം നിങ്ങളോട് മിണ്ടിയും പറഞ്ഞിരിക്കുമ്പോൾ പെട്ടെന്ന് പണി തീരും. അതാണ് എൻ്റെ പുതിയ ട്രിക്ക്. അപ്പോൾ നമ്മളിങ്ങനെ പണിയൊക്കെ എടുക്കുമ്പോൾ മിണ്ടിയും പറഞ്ഞും എൻഗേജിങ് ആയിട്ടിരിക്കുക. കണ്ടില്ലേ ഗൈസ്? അപ്പോൾ നമ്മുടെ മടക്കൽ പരിപാടിയായി. പെട്ടെന്ന് മടക്കിയാവും. അന്തമാരിയാണ് ഞാൻ. അപ്പോൾ കുറേ മമ്മിയുടെ കുറേ സാരി ഉണ്ടായിരുന്നു, അത് ബാക്കി വെച്ചു. അത് പറ്റത്തില്ല, കാരണം അത് 2 ആളുണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് മടക്കാൻ വേണ്ടത്തുള്ളൂ. അപ്പോൾ നമുക്കിനി കുറച്ച് കിച്ചൺ ടൈഡി അപ്പ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ഒന്ന് മോപ്പും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിയും. ഓക്കെ, അപ്പോൾ നമുക്ക് കിച്ചൺ നോക്കാം, കിച്ചൺ ശരിയാക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് നമ്മുടെ കിച്ചൺ ടൈഡി അപ്പായി. എത്ര നേരം വേണം? നമുക്കൊരു 1/2 hour to 45 minutes എടുത്തു കിച്ചൺ ഒന്ന് ക്ലീൻ ആക്കാനൊക്കെ. കാരണം ഒത്തിരി പാത്രം ഉണ്ടായിരുന്നു, പാത്രം കഴുകി എല്ലാം ഒന്ന് ക്ലീൻ ആക്കി. ഇനി നമുക്കൊന്ന് മോപ്പിംഗ് ആണ് ബാക്കിയുള്ളത്. കേട്ടോ, വൈ ഷുഡ് മെൻ ഹാവ് ഓൾ ദ ഫൺ ബ്രോ? അല്ലേ, ഇതൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു ബ്രോ. നമ്മൾ ഈ എത്ര നാൾ നമുക്ക് ഒന്നിരിക്കട്ടെ. നമ്മൾ ഈ കണക്കും കാര്യങ്ങളൊക്കെ എത്ര പ്രാവശ്യം കേട്ടോണ്ടിരിക്കും ഈ പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന്.
അതിനെക്കാട്ടും നമ്മൾ തന്നെ സ്വന്തമായിട്ട് ചെയ്യുകയാണെങ്കിൽ ആ കണക്ക് കേൾക്കണ്ട. ഇതൊക്കെ കഴിയേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. നമ്മൾ കിച്ചണിലോട്ട് വിളയാടേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു കേട്ടോ. നമ്മൾ ഈ കണക്ക് കേൾക്കണമല്ലോ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ചെയ്യുന്നതാണ്. ഈ കിച്ചണിൽ കയറി അടുക്കളയിൽ കയറി പണിക്കുന്നതിനെക്കാട്ടും കണക്ക് കേൾക്കുന്നതിനെക്കാട്ടും നല്ലത് ചെയ്യുന്നതാ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്, കാരണം വിശർത്ത് കുളിക്കുന്നുണ്ട്, പണിയെടുത്തു, മടുത്തു, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമുക്കൊന്ന് മോപ്പ് ചെയ്യാം. മോപ്പ് കൂടെ കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഓക്കെ. മോപ്പും കൂടി ചെയ്ത് കഴിഞ്ഞല്ലേ. ഇപ്പം എത്ര പെട്ടെന്നല്ലേ, പെട്ടെന്നാണ്. നമ്മൾ ഒരു 11 മണിയപ്പം എങ്ങാണ്ട് തുടങ്ങിയതാണ്. ഇപ്പം സമയം ഏകദേശം 2:30 കേട്ടോ. അപ്പോൾ നമ്മുടെ മോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞു. കിച്ചനും ക്ലീനായി, മോപ്പ് ചെയ്തു, എല്ലാം ക്ലീനായി, സെറ്റപ്പായി. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ കുറേ പണിയെടുത്തു. അപ്പോൾ മമ്മി വരുമ്പം ഭയങ്കര സർപ്രൈസ് ആവും. ആ ഒരു സന്തോഷമാണ് നമ്മുടെ സന്തോഷം അല്ലേ? അതല്ല നമ്മുടെ സന്തോഷം. അപ്പോൾ ആനയും വന്നിട്ടുണ്ട്, വന്നിട്ടുണ്ട്. അവൻ കോളേജിട്ട് വന്ന കേസ്. ഇപ്പോൾ എല്ലാവർക്കും അക്കാഡമിക് ഇയർ തീരാൻ പോകുന്നുണ്ട്. എല്ലാവർക്കും പെട്ടെന്ന് ക്ലാസ് കഴിയും. മമ്മിക്ക് ഇപ്പോൾ ക്ലാസ് കഴിയും, ഇപ്പോൾ വരും. ഓക്കെ. അപ്പോൾ കേസ് നമ്മൾ ഇന്ന് ബൂമാങ്ങിൻ്റെ മോട്ടിവേഷനിൽ നമ്മൾ വീട്ടിലേക്ക് ആക്കിയത്. നമുക്ക് ഡെയിലി കണ്ടിന്യൂ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നമുക്ക് സാഹചര്യ സമയം മൂലം പറ്റാറില്ല. പക്ഷെ പറ്റുന്ന പോലെയൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഗൈസ്, മെൻസ് മോട്ടിവേഷൻ നിങ്ങൾ ബൂമാങ്ങിനെ കണ്ടാലും നമ്മൾ പഠിക്കുന്ന ഗൈസ്. ഒരാളെങ്കിലും ചെയ്യണം. ഓക്കെ, ചെയ്യുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്തേറെ. അപ്പം ഇന്ന് ഫുൾ ബൂമാങ്ങിൻ്റെ മോട്ടിവേഷൻ ആയതുകൊണ്ട് ബൂമാങ്ങിൻ്റെ ഔട്ട്രോയിനെ വെച്ച് എടുത്തേക്കാം. ഓക്കെ. അപ്പോൾ ഇതിനോട് സൂപ്പർ കാണാം. അതായിരിക്കും ഗൈസ്. അല്ല, ബൂമാങ്ങ ഔട്ട്രോ പഴയ എടുത്തിട്ടുണ്ട്. തരരുത് കേട്ടോ. അല്ല, കോപ്പറേറ്റ് അല്ല, തെറി വിളിക്കരുത്. ഓക്കെ ഗൈസ്, അതുവരെയും നമുക്ക് അടുത്തൊരു കാണാം. ബൈ.